വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ, ആത്യന്തികമായി ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ സ്വഭാവം അത് ഒരു മര്യാദയില്ലാത്ത സ്വഭാവമാണെന്ന് മദ്യപാനികൾ എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ നിന്നാണ് സർക്കാർ പണം ഈടാക്കുന്നത്. ആ സാഹചര്യത്തിനൊരു മാറ്റം വരുന്ന തരത്തിൽ ഇതിനെ കുറെ കൂടി നവീകരിക്കാനുള്ള ഒരു തീരുമാനം നടപ്പാക്കിയാൽ തന്നെ ഈ ഒരു വലിയ പ്രതിസന്ധി മാറില്ല. കാരണം ഈ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് സർവീസ് ഔട്ട്ലെറ്റുകളായോ ഒക്കെ ഇതിനെ മാറ്റി സ്ഥാപിച്ചാൽ ഈ പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ഒഴിവാകില്ല. ആ നിലയ്ക്കുള്ള ഒരു നവീകരണത്തെക്കുറിച്ച് ആലോചിക്കാത്തതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു കാരണമായിരിക്കുന്നത്? അല്ല, ഈ നവീകരണത്തെക്കുറിച്ചും ഇതിൻ്റെ ഇപ്പോഴത്തെ വ്യാപാര രീതിയെക്കുറിച്ചുമൊക്കെ മാറ്റം വരുത്തണമെന്ന് പല ഘട്ടങ്ങളിൽ പല ഗവൺമെൻറ്റുകളും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. കാരണം ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഈ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കണം എന്നുള്ള ഒരു സതുദ്ദേശമാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായത് കൂടുമ്പോഴാണ് അത് ദുരിതാശ്വാസമാകുന്നത്. പ്രതിസന്ധി ഉണ്ടായ യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി ഇപ്പോൾ ഈ ബാർ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, വളരെ മുമ്പേ ഉണ്ടായ ഒരു കേസിൻ്റെ ഒരു തീർപ്പാണ്. പക്ഷേ ഇനി എന്തായാലും മാർച്ച് 30 ശേഷം കാണാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഈ എക്സൈസ് വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ മദ്യ വ്യാപാര രംഗത്തുനിന്ന് ഉണ്ടാകുന്നതിനെ കോൺഗ്രസും UDF-ഉം സപ്പോർട്ട് ചെയ്യത്തില്ല. അതിനെ നഖശികാന്തം എതിർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നാട്ടിലും നാട്ടുമ്പുറങ്ങളിലും ഇതിൻ്റെ വ്യാപ്തി, സമരത്തിൻ്റെ വ്യാപ്തി കൂടാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആശങ്കയുള്ളവർ കാണും. കാരണം ഗവൺമെൻറ് പിന്തുണയ്ക്കുന്നവരുടെ ആശങ്ക കാണും, ബാർ മുതലാളിമാർക്ക് ആശങ്ക കാണും. പക്ഷേ ആ ആശങ്കയ്ക്കപ്പുറമായി ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയരാകുന്ന ഒരു തലമുറയെയും ഒരു സമൂഹത്തെ രക്ഷിക്കാനുള്ള ബാധ്യത ഒരു ഗവൺമെൻറ്റിനുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണാതെ എല്ലാവരും ശക്തമായി ഈ നിലപാട് ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പോകുന്നത്. ഇത് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ചർച്ച എന്ന് നമുക്ക് കരുതേണ്ടി വരും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പന്തളം സുധാകരൻ, ശ്രീ VM രാധാകൃഷ്ണൻ, ശ്രീ ആന്റണി രാജു, ശ്രീ MC ആഷി. ഇനി